ഭാഷ വലിയ പരിചയമൊന്നുമില്ലെങ്കിലും മലയാളികൾക്കും പ്രിയങ്കരമാണ് ഹിന്ദി സിനിമാ ഗാനങ്ങൾ. മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മുകേഷ് ഇവരൊക്കെ ഇന്നും ഒരുപാട് ആളുകളെ ആവേശം കൊള്ളിക്കുന്ന ഗായകരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ചരിത്രം ഇന്നത്തെ തലമുറയ്ക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ കിഷോർ കുമാറിനെ സംബന്ധിച്ച് ഗാനങ്ങൾക്കപ്പുറത്ത് ഒരു കഥ പറയാനുണ്ടല്ലേ? അപ്പോൾ ഇന്ന് ആ കഥ നമുക്ക് കഥയമേൽ പറയാം. കഴിഞ്ഞ ദിവസം ഭരണഘടനാ ചർച്ചയിൽ അമിത്ഷാ കിഷോർ കുമാറിൻ്റെ പേര് പറഞ്ഞു. ഒരു കാലത്ത് 10-40 വർഷം മുമ്പൊക്കെ അമിത്ഷായും ഈ ബിനാക്ക ഗീത് മാല എന്ന് പറഞ്ഞിട്ട് റേഡിയോ അത് കഴിഞ്ഞ് പിന്നെ സിബാക്ക എന്ന് പറഞ്ഞത് അവരുടെ തന്നെയാ. അത് കഴിഞ്ഞത് സിബാക്ക എന്നുള്ള പേരിലും മാറ്റിയത് ബിനാക്ക ഗീത് മാല എന്ന് പറഞ്ഞിട്ട് റേഡിയോ സിലോൺ ഈ ഹിന്ദി പാട്ടുകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരുന്നു. ARL, ദൂരദർശൻ ഇതിലൊക്കെ കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ഈ 1970s ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പീക്കിൽ നിൽക്കുകയാണ് കിഷോർ കുമാർ. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ഗായകൻ ഹിന്ദിയിൽ. അപ്പോൾ 1952 റേഡിയോ സിലോണിൻ്റെ ബിനാക്ക ഗീത് മാല തുടങ്ങുന്നത്. പ്രസിദ്ധമായി. അമീൻ സയാനിയാണ് അവതാരകൻ. അപ്പോൾ അതൊരു വലിയ സാംസ്കാരിക സംഭവം തന്നെയാണെന്ന് ഇത് നമ്മൾ കാത്തിരിക്കും. ബിനാക്ക ഗീത് മാലയ്ക്കൊപ്പം ഏറ്റവും പുതിയ ഹിറ്റുകളൊക്കെ അതിൻ്റെ അകത്ത് വരും. ബഹ്നോ ഓർ ഭായിയോ എന്ന് പറഞ്ഞിട്ട് അമീൻ സയാനി തുടങ്ങും ഈ പരിപാടി. ഇപ്പോൾ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിലും കിഷോർ കുമാറിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് ഈ എമർജൻസി വന്നിട്ട് സഞ്ജയ് ഗാന്ധി 20 പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി കൊണ്ടുവരുന്നത്, ഇന്ത്യയെ മുമ്പിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ 20 പരിപാടികളുടെ സ്തുതി പാട്ടുകളായിട്ട് വേണം എന്ന് സഞ്ജയ് ഗാന്ധിക്ക് തോന്നി. അങ്ങനെ 1976 ജനുവരിയിൽ സഞ്ജയ് ഗീതോൻ ബാരിഷാം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവന്നു. പാട്ടുകളും ഒക്കെ വേണം. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട പാട്ടുകാരൻ കിഷോർ കുമാർ ആയതുകൊണ്ട് ഈ 20 പരിപാടിയുടെ സ്തുതി അദ്ദേഹം പാടണം എന്ന് സഞ്ജയ് ഗാന്ധിക്കൊരു അഭിപ്രായം ഉണ്ടായി. അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ അതിൻ്റെ സെക്രട്ടറി സയ്യദ് മുസഫർ ഹുസൈൻ ബർണിയെ കൊണ്ട് കിഷോർ കുമാറിനെ വിളിപ്പിച്ചു. കിഷോർ കുമാർ കേട്ടപാട് നിരസിച്ചു. എനിക്ക് പാടാൻ പറ്റില്ല, അടിയന്തരാവസ്ഥ കാലത്താണ് പറയുന്നത് എന്ന് ഓർക്കണം. അത് ചങ്കൂറ്റം കാണിച്ചു, ഭയങ്കര ചങ്കൂറ്റമായിരുന്നു. അപ്പോൾ പിന്നീട് ഇതിനെപ്പറ്റി പ്രീതേഷ് നന്ദി ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയുടെ എഡിറ്ററായിരുന്നല്ലോ, പ്രീതേഷ് നന്ദിയായിട്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പറ്റാത്തത് ചെയ്തിട്ടില്ല. ഒരാളുടെ ഉത്തരവനുസരിച്ചിട്ട് എനിക്ക് പാടാൻ പറ്റില്ല. ആജ്ഞ നീ പാട് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, ആ പരിപാടിയില്ല. അപ്പോൾ ഇത് കിഷോർ കുമാറിന് വലിയ പ്രശ്നമൊന്നും അല്ലായിരുന്നെങ്കിലും കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ സിനിമയിൽ വേണമല്ലോ. യേശുദാസിൻ്റെ പാട്ടില്ലാതെ എന്ത് സിനിമ, പ്രത്യേകിച്ച് ഒരു വലിയ പ്രേം നസീറും ഒക്കെ ഉള്ള കാലത്ത്. അതെ, എന്ന് പറഞ്ഞ പോലെ നിർമ്മാതാക്കളുടെ കൗൺസിൽ മേധാവി GP സിപ്പി, അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി CB ജെയിൻ, ഇവരെല്ലാം കൂടി വലിയ ശ്രമം നടത്തി നോക്കി. ഈ ഇന്ദിരാഗാന്ധിയെ കൊണ്ടും സഞ്ജയ് ഗാന്ധിയെ കൊണ്ടുമൊക്കെ ഇത് പിൻവലിപ്പിക്കാനും. അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടിയിട്ട് കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ മുഴുവൻ നിരോധിക്കുകയാണ്. പിന്നെ പാട്ടുകൾ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ആകാശവാണിയിൽ പാടില്ല, കേൾപ്പിക്കാൻ പാടില്ല, ദൂരദർശനിൽ പാടാൻ പറ്റില്ല. പിന്നെ റെക്കോർഡിംഗ് കമ്പനീസില്ലേ, അവർ ഇയാളുടെ പാട്ടുകളൊന്നും ഇറക്കാൻ പാടില്ല, സർക്കാരിൻ്റെ അപ്രീതി, HMB അങ്ങനെ എല്ലായിടത്തും ഇവരിതിപ്പോൾ ഇത് പറഞ്ഞു. എന്നിട്ട് നിർമ്മാതാക്കളുടെ സംഘടന പല പണിയും എടുത്ത് നോക്കി. പിന്നെ അനിരുദ്ധ ഭട്ടാചാർജി, പാർത്ഥിവ് ധർ, അവർ രണ്ടുപേരും കൂടി കിഷോർ കുമാർ ദ അൾട്ടിമേറ്റ് ബയോഗ്രഫി എന്ന് പറഞ്ഞ് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കിഷോർ കുമാർ ആലോചിച്ചു, ഒരു ഹാർമോണിയം തോളത്തിട്ടിട്ട് തെരുവുകളിൽ കൂടി പാടി നടന്നാലോ എന്നാലോചിച്ചു. സിനിമ ഇല്ലെങ്കിൽ എന്താണ്, പുള്ളിക്ക് പൈസയൊക്കെ ഉണ്ട്, എന്നാലും അതിനോടുള്ള ഒരു പ്രൊട്ടസ്റ്റായിട്ട് തെരുവുകളിൽ അദ്ദേഹം മാനസികമായി തയ്യാറെടുത്തു അതിന്, ഈ ഹാർമോണിയം തൂക്കി പാടാനായിട്ട്, പ്രതിഷേധമായിട്ട്. എന്നിട്ട് ആരുടെയും
ട്യൂണിനനുസരിച്ച് ഞാൻ പാടും, പക്ഷെ സർക്കാരിൻ്റെ ട്യൂണിനനുസരിച്ച് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ചടങ്ങുകളിൽ പാടാം, കാരണം അവിടെ സ്നേഹവും ആദരവും കിട്ടും. നമുക്ക് വേണമെങ്കിൽ അവിടെ തല കുനിക്കുകയും ചെയ്യാം, സ്നേഹത്തിൻ്റെ മുമ്പിലാണ് അത് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ തലയിൽ ഒരാൾ കാൽ വെക്കാം എന്നൊരാൾ കരുതി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അത് പറ്റില്ല, എൻ്റെ ആദരവ് അയാൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. VC ശുക്ലയാണ് അന്ന്, വിദ്യാചരൺ ശുക്ല. ഒരുപാട് കഥകളുണ്ട് അയാളെ പറ്റി അന്ന് അടിയന്തരാവസ്ഥ കാലത്ത്. അയാളാണ് മന്ത്രി INB. അയാൾ ARലും DDയിലും ഈ പാട്ടുകൾ നിരോധിപ്പിച്ചു. 3 മാസത്തോളം അത് നീണ്ടു നിന്നു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ARലെ ഏതെങ്കിലും ഉന്നതൻ്റെ പേഴ്സണൽ കസ്റ്റഡിയിൽ ഈ റെക്കോർഡ്സ് പൂട്ടിവെക്കുക, കിഷോർ കുമാറിൻ്റെ പാട്ടുകളുടെ റെക്കോർഡുകൾ പേഴ്സണൽ കസ്റ്റഡിയിൽ വെക്കുക, ആരും വെക്കരുത്. കാരണം ഇവർ ഉത്തരവാദിയായിരിക്കും. കിഷോർ കുമാറിൻ്റെ ഒരു പാട്ട് വന്നാൽ ആരാണെന്ന് വെച്ചാൽ അവന് നടപടി വരും, ജയിലിൽ പോകും. ഗ്രാമഫോൺ കമ്പനികളോട് വിൽക്കരുതെന്ന് പറഞ്ഞു ഇയാളുടെ പാട്ട്. പാട്ടുള്ള സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. കിഷോർ കുമാറിൻ്റെ സിനിമ ഇറങ്ങില്ല. BBC-യോടും പറഞ്ഞു ഇവിടുന്ന്. പിന്നെ പോളിഡോർ എന്ന് പറഞ്ഞ കമ്പനി പ്രതിരോധിച്ച് നിന്നു. ആദ്യമൊക്കെ HMB അനുസരിച്ചു കിഷോർ കുമാറിൻ്റെ പാട്ട് ഇറങ്ങില്ല എന്നുള്ളത്. ഈ CB ജെയിൻ പറഞ്ഞിട്ട് ബെർണിയുടെ നടപടി വന്നു കിഷോർ കുമാറിനെതിരെ. 1976 ഏപ്രിൽ 30 AR DD സിനിമ ഈ മേഖലകളിലൊന്നും കിഷോർ കുമാറിനെ അടുപ്പിക്കരുത് എന്നുത്തരവ് പോയി. ഇത് പുലിവാലാകുമെന്ന് പേടിച്ചിട്ട് ബിനാക്ക ഗീത്മാലയിൽ കിഷോർ കുമാറിൻ്റെ പാട്ട് വെക്കാതായി. അവതാരകനും ഒക്കെ പേടിച്ചിട്ടുണ്ടാവും, ഒരു സ്ഥലത്തും ഇല്ലല്ലോ, ഇനി നമ്മളായിട്ട് കൊടുക്കണ്ട. ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി അഭ്യാസങ്ങൾ പാർലമെന്റിൽ കാട്ടുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഈ ചരിത്രം അറിഞ്ഞിട്ടുണ്ടോ? അവർക്ക് എന്തറിയാം. പിന്നെ ഡിവറ്റില്ലേ, യുഗ്മഗാനം, ആണും പെണ്ണും കൂടി പാടുന്നത്. അതിൽ കിഷോർ കുമാറും ആശാ ഭോസ്ലെയും കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയിട്ടുണ്ടാവുമല്ലോ. ഇത് വെക്കുമ്പോൾ കിഷോർ കുമാറിൻ്റെ ഭാഗം വെക്കില്ല, യുഗ്മഗാനം ഒറ്റയ്ക്ക് പാടണം. അങ്ങനെ ആകാശവാണിയിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. മ്ലേച്ഛമായ ഭരണമായിരുന്നു ലതയുടെയും ആശയുടെയും മാത്രം. എന്നിട്ട് കിഷോർ കുമാറിൻ്റെ പാട്ടുള്ള സിനിമകളൊക്കെ പഴയതുമൊക്കെ വരികയാണെങ്കിൽ നീണ്ട ക്യൂകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ടിക്കറ്റിന്. ജനങ്ങൾ പാട്ട് കേൾക്കാൻ പറ്റി. ജനങ്ങൾ വേറൊരു തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. അത്തരം സിനിമകൾക്ക് ക്യൂ നിൽക്കുക, ഒരു കലാപം പോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായി കിഷോർ കുമാറിനെ പ്രതിരോധിക്കുന്ന വിധത്തിൽ. എന്നിട്ട് ഈ ചൊവ്വാഴ്ച അമിത്ഷാ പറഞ്ഞു മറ്റേ ലോക്സഭയിൽ, അടിയന്തരാവസ്ഥയിൽ ബിനാക്ക ഗീത്മാല പെട്ടെന്ന് നിന്നു. അപ്പോൾ എൻ്റെ അയൽക്കാരൻ പറഞ്ഞു ഇന്ദിരയുമായി കിഷോർ കുമാർ വഴക്കടിക്കുകയാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. കിഷോർ കുമാറിന് വേണ്ട പാടണമെന്നില്ല, പക്ഷെ കല്യാൺജി ഇല്ലേ, ആനന്ദ്ജിയില്ലേ, കല്യാൺജി മുന്നിട്ടിറങ്ങി. നിർമ്മാതാക്കളുടെ പ്രശ്നം, സിനിമയുടെ പ്രശ്നം, അയാൾക്ക് പിന്നെ മ്യൂസിക് ചെയ്യണ്ടേ കിഷോർ കുമാറിൻ്റെ. അങ്ങേരെ ഇറങ്ങി നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയോടൊക്കെ സംസാരിക്കാനുമൊക്കെ പോയി. അശോക് കുമാർ, കിഷോർ കുമാറിൻ്റെ സഹോദരനെ കൂട്ടി അശോക് കുമാറിനോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, ബഹുത്ത് ഗാന ഗയ അബ് സാരാ ആരാം ഫർമായേ, ഒരുപാട് പാട്ട് അയാൾ പാടിയില്ലേ, ഇനി വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് കിഷോർ കുമാറിൻ്റെ സഹോദരൻ. എന്തൊരു അഹങ്കാരം. അപ്പോൾ കിഷോർ കുമാർ മകൻ അമിതിനെയും കൂട്ടിയിട്ട് കൽക്കട്ട മുതൽ കന്യാകുമാരി വരെ വിവേകാനന്ദ മെമ്മോറിയൽ വരെ ഒരു യാത്ര നടത്തി. ആ കാലത്ത് യാത്ര നടത്തി. അതിൻ്റെ ഇടയ്ക്ക് ആ യാത്ര തീരുമ്പോഴേക്കും ഈ കല്യാൺജിയും കൂടിയൊക്കെ ഇടപെട്ടിട്ട്, നിർമ്മാതാക്കളൊക്കെ ഇടപെട്ടിട്ട് വഴങ്ങി. സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ നിരോധനം മാറി. അവിടുന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി ബോളിവുഡിൻ്റെ ഭാഗത്തു നിന്ന് മാറി. ആകാശവാണി എന്നിട്ട് കിഷോർ കുമാറിൻ്റെ ആദ്യമായിട്ട് ശ്രോതാക്കളെ കേൾപ്പിക്കുന്ന പാട്ട് ദുഃഖി മൻമേരെ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. ഒരു പ്രായശ്ചിത്തം. ഏതായാലും നമ്മൾ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക്
ഒരു കൗതുകമുള്ളത് എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്ക്. എൻ്റെ തലമുറയ്ക്കൊന്നും അനുഭവത്തിൻ്റെ ഓർമ്മയൊന്നുമില്ല. അന്നൊക്കെ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയമാണ്, വളരെ ചെറിയ കുട്ടി, സ്കൂളിൽ പോലും പോകുന്നുണ്ടോ എന്നറിയില്ല. ആ പ്രായത്തിലൊക്കെയാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന തലമുറയ്ക്കൊന്നും അത് കേട്ടറിവ് മാത്രമാണ്. പക്ഷേ ഒരു നാടറിയുന്ന ജനങ്ങളാകെ നെഞ്ചേറ്റി നടന്ന ഒരു ഗായകൻ്റെ പാട്ടുകൾ വിലക്കുക, ആ പാട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് സെൻസർ കൊടുക്കാതെ സിനിമ വിലക്കുക, എന്തിന് യുഗ്മഗാനത്തിൽ നിന്ന് മെയിൽ വോയിസ് മാത്രം മാറ്റി കേൾപ്പിക്കാതിരിക്കുക. ഇത്രയും ടെക്നോളജി ഇല്ല. അതെ, അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കുത്തിയിരുന്ന് ആ സമയത്ത് ഓഫ് ചെയ്യണമായിരിക്കും. എന്തൊക്കെയാണ് ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ പറഞ്ഞിട്ട് കാര്യം. ഇന്ന് പാർലമെൻറ്റിൽ ST വിഭാഗത്തിലുള്ള സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്നു പ്രതിപക്ഷ നേതാവ് കൊച്ചുമകൻ. തൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള MP-യെ തള്ളിയിട്ട് തല പൊട്ടിച്ച് മരണാസന്നനായി ICUവിൽ എത്തിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഈ ഇന്ദിരയുടെ ചെറുമകൻ. എന്തൊരു കുടുംബമാണ്, എന്തൊരു പാർട്ടിയാണ്, എന്തൊരു ജനാധിപത്യമാണ്. നല്ല ബെസ്റ്റ് ഫാമിലി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.